നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തി. പ്രളയം മനുഷ്യസൃഷ്ടിയാണെന്നാരോപിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കാട്ടി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ മുൻ MLA CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. അസ്ഹർ മജീദിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് നീങ്ങുന്നു. പാറമേക്കാവ് വിഭാഗം ഒരുക്കുന്ന മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് നടന്നു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹൻ രാജ സ്ഥാനമേറ്റു. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് ചന്ദ്രമോഹൻ രാജ വലിയ തമ്പുരാനായി ചുമതലയേറ്റത്. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് അപകടം. 6 പേർക്ക് പരിക്കേറ്റു. എളനാട് ആലിൻചുവട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ആവേശം അലതല്ലിയ പരസ്യ പ്രചാരണത്തിനൊടുവിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. വിട്ടുപോയ വോട്ടർമാരെയും മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പോളിംഗ് സാമഗ്രികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. തൃശൂർ, ഒല്ലൂർ, വടക്കാഞ്ചേരി, നാട്ടിക മണ്ഡലങ്ങളിലേക്കുള്ള വിതരണം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നടന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പുതുക്കാട്, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലേക്കും മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കയ്പമംഗലത്തേക്കും വിതരണം നടന്നു. P. ഭാസ്കരൻ മെമ്മോറിയൽ സ്കൂളായിരുന്നു കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രം. ചാലക്കുടി കാർമൽ കോളേജ്, മണലൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ, ഗുരുവായൂർ MRRM സ്കൂൾ ചാവക്കാട്, കുന്നംകുളം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂൾ എന്നിവയായിരുന്നു മറ്റ് വിതരണ കേന്ദ്രങ്ങൾ. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ജില്ലയിൽ 25,32,715 വോട്ടർമാരാണ് ആകെയുള്ളത്. 12,28,118 പേർ പുരുഷന്മാരാണ്. 13,04,580 സ്ത്രീ വോട്ടർമാരും പട്ടികയിലുണ്ട്. 17 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നു. 10 പേർ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. ഏറ്റവും കുറവ് നാട്ടികയിലാണ്. 3 പേരാണ് ഇവിടെ ജനവിധി തേടുന്നത്. മൊത്തം 13 മണ്ഡലങ്ങളിലായി 77 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 1321 കേന്ദ്രങ്ങളിലായി 2839 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 13,628 പോളിംഗ് ഉദ്യോഗസ്ഥർ നടപടികൾ നിയന്ത്രിക്കും. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും VVPAT മെഷീനുകളുടെയും കമ്മീഷനിംഗ് നേരത്തെ പൂർത്തിയായിരുന്നു. ഇവ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയും നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് അനുവദിച്ചു. ജില്ലയിൽ ക്രമസമാധാന പാലനത്തിനായി 7500 പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ കേന്ദ്ര സായുധ സേനയും വിന്യസിച്ചു. 81 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പൊതുനിരീക്ഷകന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 61 മൈക്രോ ഒബ്സർവർമാരെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് നടപടികളും വെബ്കാസ്റ്റിംഗ് മുഖേന തത്സമയം നിരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് TCV. 2018 പ്രളയം മനുഷ്യസൃഷ്ടിയാണെന്ന് ആരോപിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കുറ്റക്കാർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ചാലക്കുടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി പരാതി. LDF ചാലക്കുടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KS അശോകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രചാരണം ഇന്നലെ വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചിരുന്നു. എന്നാൽ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ 100ഓളം പേരുമായി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയായിരുന്നു. ഇത് ചട്ടലംഘനമാണ്. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ കളക്ടർ എന്നിവർക്ക് നൽകിയിട്ടുണ്ട്. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തിയ തരത്തിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിപ്പിച്ചു എന്നാരോപിച്ചാണ് അസ്ഹർ മജീദിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ അസ്ഹർ തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അഭിഭാഷകരായ K. ജയചന്ദ്രൻ, M. അരവിന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ പൂരാവേശത്തിലേക്ക് നീങ്ങുന്നു. പൂരനഗരിക്ക് മിഴിവേകാൻ പാറമേക്കാവ് വിഭാഗം ഒരുക്കുന്ന മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് നടന്നു.
ഭൂമി പൂജയോടെയാണ് കാൽനാട്ട് നടത്തിയത്. പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽസിലെ സി ബൈജുവിന്റെ നേതൃത്വത്തിലാണ് പാറമേക്കാവിനായി പന്തൽ ഒരുങ്ങുന്നത്. തുടർച്ചയായ 5ാം വർഷമാണ് ബൈജു പന്തൽ ഒരുക്കുന്നത്. 100 അടി ഉയരത്തിൽ 4 നിലകളിലായി ക്ഷേത്ര മാതൃകയിലാണ് പന്തൽ നിർമ്മിക്കുന്നത്. പന്തലിലെ LED ദീപാലങ്കാരവും ബൈജുവും സംഘവും ഒരുക്കി നൽകും. 30ഓളം തൊഴിലാളികൾ നിർമ്മാണ ജോലികൾക്കുണ്ട്. പന്തൽ കാൽനാട്ട് ചടങ്ങിന് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, വൈസ് പ്രസിഡന്റ് VM ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി PV നന്ദകുമാർ, ദേശക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, UDF സ്ഥാനാർത്ഥി രാജൻ J പല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 26-നാണ് തൃശൂർ പൂരം. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. തൃക്കൊല്ലൂർ ശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ അരിയും മഞ്ഞൾപ്പൊടിയും പുഷ്പവും നാണയവും സമർപ്പിച്ച വലിയ തമ്പുരാൻ അധികാരദണ്ഡ് ഏറ്റെടുത്തു. തുടർന്ന് ശൃംഗപുരം ശിവക്ഷേത്രത്തിലും പടാക്കുളം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി. ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറന്ന് വലിയ തമ്പുരാൻ ദർശനം നടത്തി. നെയ്ക്കിണ്ടി സമർപ്പിച്ചതോടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് 86-കാരനായ ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായത്. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് 2 വാഹനങ്ങളും മറിഞ്ഞു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിലാണ് അപകടം. പുതിയതായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ വരകൾ മാർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന ലോറി ചക്ക കയറ്റി നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. പിക്കപ്പ് വാനിലെ തൊഴിലാളികൾ സമീപത്തെ പറമ്പിൽ ചക്ക ഇടാൻ പോയ സമയത്തായിരുന്നു അപകടം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയ റോഡിൽ വളവുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യതയുള്ളതായും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. എളനാട് ആലിൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. എളനാട് സ്വദേശി നെടിയടത്ത് വീട്ടിൽ പവിൻ പ്രകാശിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ബൈക്ക് യാത്രക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ കുരിയാപ്പള്ളി അബ്ദുറഹ്മാനെയാണ് ആക്രമിച്ചത്. വലത് കൈക്ക് പരിക്കേറ്റ ഇയാൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ചാപ്പാറ സ്വദേശി നായിഫ് തന്നെ പിന്തുടർന്ന് വെട്ടുകത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് അബ്ദുറഹ്മാൻ പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് നായിഫിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. തിരുവില്ലാമലയിൽ കൊട്ടിക്കലാശത്തിനിടെ UDF പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം. പരാജയഭീതിയിൽ CPM ആക്രമം അഴിച്ചുവിടുകയാണെന്ന് UDF ആരോപിച്ചു. സ്വർണം കട്ടവരുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനാണ് CPM അക്രമം നടത്തിയതെന്ന് UDF നേതാക്കളായ PM അമീർ, PM അനീഷ്, M ഉദയൻ എന്നിവർ പറഞ്ഞു. വെള്ളിയാഴ്ച മുതൽ ടോൾ പ്ലാസകളിൽ നേരിട്ട് പണം സ്വീകരിക്കില്ല. ഫാസ്ടാഗ് ഇല്ലാതെ ടോൾ പ്ലാസകളിൽ എത്തുന്നവർക്ക് UPI വഴി പണമടയ്ക്കാം. എന്നാൽ ടോൾ ഫീസിന്റെ 1.25 മടങ്ങ് തുക അധികം നൽകേണ്ടി വരും. ടോൾ ഗേറ്റുകളിൽ നീണ്ട നിര ഒഴിവാക്കുകയും ഗതാഗതം കൂടുതൽ സുഗമമാക്കുകയും ലക്ഷ്യമിട്ടാണ് നീക്കം. ഇടവേള. വാർത്തയിലേക്ക്.
വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 4 ദിവസമായി ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ. ഇതേ തുടർന്ന് ട്രാക്കിലെ ട്രെയിനുകൾ മറ്റ് ട്രാക്കിലേക്ക് മാറ്റിയപ്പോൾ ഓവർബ്രിഡ്ജ് ഇല്ലാത്തതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. വിവരം അധികൃതരെ അറിയിച്ചിട്ടും റെയിൽവേ അധികൃതർ മൗനത്തിലാണെന്ന് യാത്രക്കാർ പറയുന്നു. ഇവിടെ ഓവർബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ചെവിക്കൊള്ളുന്നില്ലെന്ന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി സെക്രട്ടറി കെ ശശിധരനും യാത്രക്കാരനായ മുഹമ്മദ് കുട്ടിയും പറഞ്ഞു. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിൽക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും അസൗകര്യമാകുന്നതിനാൽ 2-ാം നമ്പർ റോഡിലെ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ലൈനിലാണ് ഡൗൺ ലൈൻ നിൽക്കുന്നത്. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ദുഷ്കരമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് ഈ സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്. ഈ സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് പുസ്തകത്തിൽ 10-45ഓളം പരാതികൾ ഈ അടുത്ത കാലത്ത് തന്നെ യാത്രക്കാർ എഴുതിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ബ്രോഷർ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശനം ചെയ്തു. പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. 24, 25, 26 എന്നീ തീയതികളിലാണ് തിരുനാൾ. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാടൂർ, കൈകാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളായ CV സേവിയർ, ലെസ്ലി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗായിക KS ചിത്ര ആലപിച്ച തിരുനാൾ ഗാനത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഗായിക ഇന്ദുലേഖ വാര്യർ എന്നിവർ മുഖ്യാതിഥികളായി. പാപ്പ ഫ്രെയിംസ് ടീമാണ് സംഗീത പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. ആശയവും ദൃശ്യ സംവിധാനവും നിർവഹിച്ച ജെബിൻ ജോസഫ്, പാപ്പ ഫ്രെയിംസ് രക്ഷാധികാരി സേവിയർ കുറ്റിക്കാട്ട്, പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി എന്നിവർ സംസാരിച്ചു. പിതാവിൻ്റെ 150ാമത്തെ വർഷം ഈ ഒരു പാട്ട് എത്രയോ ട്രഡീഷണലായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടിന് വീണ്ടും പാടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായത് തീർച്ചയായിട്ടും അതൊരു നിയോഗമായി തന്നെ ഞാൻ വിചാരിക്കുന്നു. അതും ഈ ഒരു ഈസ്റ്ററിൻ്റെ സമയത്ത് തന്നെ അത് പാടാൻ സാധിച്ചു, അത് റിലീസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാമിന് 365 രൂപ വർദ്ധിച്ച് 14,100 രൂപയായി. 1 പവന് 1,12,800 രൂപയാണ് വില. 2,920 രൂപയാണ് ഇന്ന് പവന് കൂടിയത്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില പവന് 1,09,240 രൂപയാണ്. ഏപ്രിൽ 2-നാണ് ഈ വില രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ തുടർച്ചയായി ഏറ്റക്കുറച്ചിലുകൾ പ്രകടമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും 8 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മൂർഖനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ സിൻജോ മാടവന നിർവഹിച്ചു. ജനറൽ കൺവീനർ സിൻജോ ജോർജ്, ജോയിന്റ് കൺവീനർ ജിജോയ് ഫ്രാൻസിസ്, കൈകാര്യന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശനിയാഴ്ച കൂട് തുറക്കൽ ശുശ്രൂഷയും അമ്പെഴുന്നള്ളിപ്പും നടക്കും. ഞായറാഴ്ചയാണ് തിരുനാൾ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് നിന്ന് 6 അടിയിലധികം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ കൂട്ടിയിട്ടതിന് അടിയിൽ പാമ്പ് അടയിരുന്നത്. പറമ്പ് വൃത്തിയാക്കാൻ എത്തിയവർ വിവരം അറിയിച്ചതനുസരിച്ച് വാർഡ് കൗൺസിലർ NT സച്ചിൻ എത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. ഇവരുടെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, സഹായി ഷമീർ തൊഴിയൂർ എന്നിവരെത്തി പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡിവിഷന് കൈമാറി. ആയിട്ടില്ല
മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനായി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംബ്ലാക്കിൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ ഊട്ടുനേർച്ച ആശീർവദിച്ചു. നേർച്ചയൂട്ടിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈകാര്യന്മാരായ ജോസഫ് പാലയൂർ, CA മാഗി എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തി. പ്രളയം മനുഷ്യസൃഷ്ടിയാണെന്നാരോപിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കാട്ടി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ മുൻ MLA CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. അസ്ഹർ മജീദിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് നീങ്ങുന്നു. പാറമേക്കാവ് വിഭാഗം ഒരുക്കുന്ന മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് നടന്നു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായി ചുമതലയേറ്റത്. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് അപകടം. 6 പേർക്ക് പരിക്കേറ്റു. എളനാട് ആലിൻചുവട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി